അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് യാത്രകളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ അവസാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയും: അഊദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ച എല്ലാ ഷർറുകളിൽ നിന്നും ഞാൻ അള്ളാഹുവോട് ശരണം തേടുന്നു. അഊദു, ഞാൻ ശരണം തേടുന്നു, ബി കലിമാത്തില്ലാഹി തമ്മാത്ത്, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏതും ആകാം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹുവിൻ്റെ ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ വചനമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ വചനമാണ്. അപ്പോൾ ഈ കലിമത്തുകൾ കൊണ്ട്, അപ്പോൾ ഇതിനൊരു വേറെ കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവോടല്ലാതെ സൃഷ്ടികളെ കൊണ്ട് ശരണം തേടാൻ പാടില്ല. അപ്പോൾ റബ്ബിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിൻ്റെ വചനമായ ഖുർആൻ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അള്ളാഹുവിനോട് ശരണം തേടുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാം? ശരണം തേടാം എന്നാണ്. അപ്പോൾ ആ വിശേഷണങ്ങൾ അത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല എന്നതുകൊണ്ടാണ് അവ കൊണ്ട് ശരണം തേടുന്നത്. അതാണ് അഊദു ബി കലിമാത്തില്ലാഹി അത്താമാത്ത്, പൂർണ്ണമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട്, സമ്പൂർണ്ണമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തരം തിന്മകളിൽ നിന്നും, എല്ലാത്തരം കെടുതികളിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയാൽ പ്രാർത്ഥിക്കാറുണ്ട്. ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം മുസ്ലിമിൻ്റെ 2708 ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയ ശേഷം ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സംരക്ഷിക്കും, യാതൊരു തരത്തിലുള്ള ആപത്തും ബാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ യാത്രയുടെ മടക്കം ആരംഭിച്ചിരുന്നത്. അങ്ങനെ ആ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം ചൊല്ലാറുണ്ട്: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ സാധാരണ പല സന്ദർഭങ്ങളിലും ചൊല്ലാൻ വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു ദിക്റിൻ്റെ രൂപം. എന്നിട്ട് അത് ചൊല്ലിയതിനു ശേഷം ആയിബൂന തായിബൂന ആബിദൂന സാജിദൂന ലിറബ്ബിന ഹാമിദൂൻ, അതായത് അള്ളാഹു ഏകനാണ്, അവന് യാതൊരു പങ്കുകാരനുമില്ല, അവൻ എല്ലാ ആധിപത്യവും അവനുള്ളതാണ്, എല്ലാ സ്തുതികളും അവനുള്ളതാണ്, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എന്നിട്ട് പറയുന്നു ആയിബൂന തായിബൂന, ഞങ്ങൾ മടങ്ങുന്നവരാണ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരാണ്. ആബിദൂന, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നവരാണ്. സാജിദൂന, ഞങ്ങൾ സുജൂദ് ചെയ്യുന്നവരാണ്. ലി റബ്ബിന ഹാമിദൂൻ, റബ്ബിനെ പുകഴ്ത്തുന്നവരും വാഴ്ത്തുന്നവരുമാണ്. സ്വദഖ, അതിനുശേഷം സ്വദഖല്ലാഹു വഅദഹു, അള്ളാഹു തൻ്റെ കരാറുകൾ പാലിച്ചു. വനസ്വറ അബ്ദഹു, തൻ്റെ അടിമയെ സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹ്ദഹു, എല്ലാ സഖ്യകക്ഷികളെയും ഒറ്റക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി. ഇമാം ബുഖാരിയുടെ 6345 ഹദീസും ഇമാം മുസ്ലിമിൻ്റെ 1344 ഹദീസുമാണ് ഇത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ചില ഹദീസുകളിലൊക്കെ യുദ്ധ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തൻ്റെ കരാറ് പാലിച്ചു, തൻ്റെ അടിമയെ സഹായിച്ചു, സഖ്യകക്ഷികളെ, അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള കക്ഷികളെ അള്ളാഹു താല പരാജയപ്പെടുത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. അതുകൊണ്ട് നമ്മളും അത് പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.